Hello dears, welcome to Nidhi's Cook and Joy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കുക്കീസ് ആണ്. ഞാനിത് മൈദ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട വെച്ചിട്ടും ചെയ്യാം. ഒരു പ്രശ്നമില്ല, സൂപ്പർ ആയിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഒരു മീഡിയം മധുരമുള്ള, അങ്ങനെ ഓവർ ആയിട്ടുള്ള മധുരമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇതൊരു ഫുൾ പ്രൂഫ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് തെറ്റുകയില്ല. ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് മുട്ടിയിട്ട് ചെയ്യാൻ പറ്റും. അത്രയും സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ്. ബേക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ബേക്ക് ചെയ്തതിന് ശേഷം ഇത് തണുത്തു പോയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഈ ഒരു കുക്കീസ് അതിനകത്തോട്ടേക്ക് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അത് തണുത്തിട്ട് നിങ്ങൾക്ക് കട്ടിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒരു 30 സെക്കൻഡും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ കുക്കീസ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ കുക്കീസ് മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന കുക്കീസും തണുത്തു പോയി കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി. സൂപ്പർ ആയിട്ടുള്ള കുക്കീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും താമസിച്ച് നമുക്ക് വീഡിയോ കണ്ടിച്ചു വരാം. വെൽക്കം ടു ദ വീഡിയോ. അതിൽ നിന്ന് നമുക്കൊരു ഓവൻ സെറ്റപ്പ് ചൂടാക്കാൻ വയ്ക്കാം. ഇതുപോലൊരു റിങ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പം നമുക്ക് ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. തണുപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണ് നല്ലത്. ഈ ബട്ടറിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ആ ഒരു യെല്ലോ കളർ പോയിട്ട് നല്ല പോലെ ഒന്ന് പെയിൽ കളറായിട്ട്, അതായത് ഒന്ന് കുറച്ചുകൂടെ ഒരു വൈറ്റ് ഷെയ്ഡ് കളർ ആവുകയും ചെയ്യണം. അതുപോലെ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരിക വേണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അതിന്റെ യെല്ലോ കളറൊക്കെ പോയിട്ട് നല്ലപോലെ ഒന്ന് പെയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് പാലും ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് മൈദ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി എടുക്കാം. 1/4 ടീസ്പൂൺ കോഫി പൗഡർ ആണ്. നല്ലൊരു കളറും ആ ഒരു കൊക്കോ പൗഡറിന്റെ ഫ്ലേവറും നല്ലപോലെ വരാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാലാണ്. നിങ്ങൾ നോക്കിയിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലും മതി, ഒരുമിച്ച് ചേർക്കണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറവായിട്ട് ഇത് നമ്മൾ ഡോ കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ 1/2 ടീസ്പൂൺ പോലെ പാല് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇത്തിരി ബാക്കി വെക്കുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്തായാലും പാല് വേണം. ഞാനിത് മുഴുവൻ ചേർക്കുവാണ്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഞാനിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുവാണ്. ഇപ്പൊ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്കിംഗ് ട്രേയിലേക്ക് ഓരോ ചെറിയ ചെറിയ സ്കൂപ്പ് എടുത്തിട്ട് റൗണ്ടായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കൊന്നൊന്ന് ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു 1/2 ടേബിൾ സ്പൂണിന്റെ മെഷറിംഗ് സ്പൂണാണ്. ഏകദേശം ഒരു ഈക്വൽ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നമുക്കിതിനൊന്ന് മെല്ലെ റോൾ ചെയ്യാം. വെച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി അതിന്റെ മേലെ നമുക്കൊരു നട്ട്സ് വെച്ചു കൊടുക്കാം. നട്ട്സ് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി പഞ്ചസാര തൂയാൽ മതി. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടും ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 അതേപോലെ തന്നെ 8 14 കുക്കീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സൈസിനനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരും. കണ്ടോ, ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും. സൈഡിലൊക്കെ ക്രാക്സ് വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്ത് വരുമ്പോഴും അതിൽ ക്രാക്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ഞാൻ ഓവനിലാണ് വെക്കുക. ഇത് ഓവൻ സെറ്റപ്പിലാണ് വെക്കുക. ഞാൻ ഓവൻ സെറ്റപ്പിൽ വെക്കുന്ന കാണിച്ചു തരാം. കുക്കീസ് ഓവൻ സെറ്റപ്പിലേക്ക് വെച്ചു കൊടുക്കാം. മെല്ലെ ഇതൊന്ന് നമുക്ക് താത്തു കൊടുക്കാം. അടച്ചു വെക്കാം. മീഡിയത്തിനേക്കാൾ കുറച്ച് കുറവ് ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. എൻ്റെത് വലിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ മീഡിയത്തിനേക്കാൾ കുറച്ചിട്ടിടുന്നത്. നിങ്ങളുടെ ചെറിയ പാത്രത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്താൽ മതിയാവും. 15 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ട് നമുക്ക് കാണാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കുക്കീസൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലപോലെ കുക്കായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ തൊടുമ്പോൾ എന്തായാലും സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ചൂടോടെ. തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ കുക്കീസ് ഹാർഡാവുള്ളൂ. അപ്പൊ നമുക്കിത് മെല്ലെ ഒന്ന് എടുക്കാം. കണ്ടോ, ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. തണുക്കാതെ കുക്കീസ് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലപോലെ തണുത്താലും മാത്രമേ കുക്കീസ് ഹാർഡായിട്ട് വരുള്ളൂ കേട്ടോ. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പൊ ഇതാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള കുക്കീസ്. ഇത് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തത്. ഇത് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ ബേക്ക് ചെയ്തത്. കണ്ടോ, കുക്കീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കുക്കീസ്. നല്ല ടേസ്റ്റുമാണ്. ഓവർ മധുരം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മധുരം കൂടുതലാകുമ്പോൾ കുക്കീസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കരിഞ്ഞ കുക്കീസ് കഴിക്കേണ്ടി വരും. ഈ ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു മധുരത്തിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തെറ്റ് പറ്റുകയില്ല. ഈ ഒരു കറക്റ്റ് അളവിൽ എടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഈ ഒരു അണ്ടിപ്പരിപ്പോ അങ്ങനെയൊന്നും വെക്കണമെന്നില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര വെത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വില നിൽക്കും. അപ്പോൾ ഒന്നുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ.